നിങ്ങളെ എപ്പോഴും ആരൊക്കെയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നാറുണ്ടോ? അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലല്ല, പ്രേതം പിശാചൊന്നല്ല ഞാൻ പറയുന്നത്. വളരെ സൈലന്റായി ആരും കാണാതെ ആരൊക്കെയോ വാച്ച് ചെയ്യുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിനറിയാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ അടുത്തതായി എന്ത് കാണണമെന്ന് നിങ്ങളുടെ യൂട്യൂബിനറിയാം. അങ്ങനെ എല്ലാം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോ നിങ്ങളുടെ ഈ ഹോൾ ലൈഫ് ഒരു ഷോ പോലെ ആരൊക്കെയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലോ? പണ്ട് 1998 ഒരു സാധാരണക്കാരന്റെ ജീവിതം. അയാളുടെ പേര് ട്രൂമൻ ബർബാങ്ക്. വളരെ നല്ലൊരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്നു. ഭാര്യയുണ്ട്, ജോലിക്ക് പോകുന്നു, ഫ്രണ്ട്സായി സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, കഷ്ടപ്പെടുന്നു. എല്ലാം റിയലായി തോന്നുന്നു. എന്നാൽ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ലൈഫ് റിയൽ അല്ലായിരുന്നു. അയാളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തിയും ആക്ട് ചെയ്യായിരുന്നു. ഓരോ മൊമെന്റും കൺട്രോൾഡ് ആയിരുന്നു. ആൻഡ് ട്രൂമന്റെ ഈ ഹോൾ ലൈഫ് കോടിക്കണക്കിന് ആൾക്കാർ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവനറിയാതെ. ഇതാണ് ദ ട്രൂമൻ ഷോ എന്ന പടത്തിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. എ മാൻ ലിവിംഗ് ഇൻസൈഡ് എ വേൾഡ് ദാറ്റ് വാസ് ക്രിയേറ്റഡ് ജസ്റ്റ് ഫോർ ഹിം. അപ്പോൾ ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 1998 ഇങ്ങനൊരു മൂവി ഇറക്കാൻ എന്തായിരിക്കും കാരണം? ഇത് ശരിക്കും ഒരു മൂവി പ്ലോട്ട് തന്നെ ആയിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇപ്പോ അതുപോലെയൊക്കെ തന്നെ ആയി തീരുന്നുണ്ടോ? ഇന്ന് പടത്തിൽ പറഞ്ഞ പോലെ നമ്മളൊരു വലിയ ഡോമിന്റെ ഉള്ളിൽ അല്ലെങ്കിലും ആണെങ്കിലും അതിലും വലിയ എന്തിലോ പെട്ടുകിടക്കുന്ന പോലെയാണ് നമ്മുടെ ഫോൺസ്, സ്ക്രീൻസ്, ഡിജിറ്റൽ വേൾഡ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും, നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസും, എന്തിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സെക്കൻഡും ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഒന്നോ രണ്ടോ ആൾക്കാരായിട്ടല്ല. ഇതിന്റെ പിന്നിൽ ഒരു വലിയ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയുണ്ട്. ഈ പടത്തിൽ ട്രൂമാനെ വാച്ച് ചെയ്തത് ഹിഡൻ ക്യാമറാസ് യൂസ് ചെയ്തിട്ടായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ എല്ലാം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ക്യാമറാസ് നമ്മളെ കയ്യിലുള്ള ഫോണിലുണ്ട്. നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഓൺലൈനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് വേണ്ട എല്ലാം നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, ഇതെല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിന്റെ പാർട്ടായി തീർത്തു എന്നതാണ് കാര്യം. പടത്തിൽ കാണിച്ചത് ഒരാളുടെ ലൈഫ് ഒരു എന്റർടൈൻമെന്റ് ആവുന്നതായിരുന്നു. എന്നാൽ ഇന്ന് മെല്ലെ മെല്ലെ ഓരോന്നും ഓരോരുത്തരും ഒരു കോണ്ടന്റ് ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഇൻട്രസ്റ്റിംഗ് എന്താന്ന് വെച്ചാൽ ട്രൂമാന്റെ വേൾഡ് ഫുള്ളി കൺട്രോൾഡ് ആയിരുന്നു. അവൻ എന്ത് കാണണം, അവൻ എവിടെ പോവണം, എന്ത് വിശ്വസിക്കണം എന്നെല്ലാം. ഇപ്പൊ നമ്മുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡ് എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്. നമുക്ക് ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അൽഗോരിതമാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളെ എന്ത് കാണിക്കണം, നമ്മൾ എന്ത് ഇഷ്ടപ്പെടണം, നമ്മൾ എന്ത് വിശ്വസിക്കണം. അങ്ങനെ ദ ട്രൂമൻ ഷോ ഒരു ഫിക്ഷൻ അല്ലാതെയായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തേലും നോക്കാൻ നമ്മളൊരു 5 മിനിറ്റ് ഫോണ് തുറക്കുന്നു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് മണിക്കൂറുകൾ കടന്നുപോയത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കണ്ട എല്ലാ വീഡിയോസും നിങ്ങൾ ചൂസ് ചെയ്തതല്ല. അതിങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രൂമനെ പോലെ നിങ്ങളും വിചാരിക്കുകയാണ് നിങ്ങളാണ് ചോയ്സസ് എടുക്കുന്നതെന്ന്. പക്ഷേ ശരിക്കും ആണോ? അതോ നിങ്ങളെ ആരോ നിങ്ങൾ പോലും അറിയാതെ ഗൈഡ് ചെയ്യുന്നുണ്ടോ? പടത്തിൽ ട്രൂമന്റെ വേൾഡ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ അത് ഡിസൈൻ ചെയ്തത് അവനെ അതിൽ കംഫർട്ടബിൾ ആക്കാനും ഒരേ സമയം അവനെ കൺട്രോൾ ചെയ്യാനുമായിരുന്നു. അതാണ് ഒരു പേടിപ്പെടുത്തുന്ന കാര്യം. ഈ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കൺട്രോൾഡ് ആയി ഫീൽ ചെയ്യണമെന്നില്ല. അത് ചിലപ്പോൾ കംഫർട്ട് ആയിട്ടാവാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പടത്തിന്റെ അവസാനം ട്രൂമൻ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവന്റെ ഹോൾ ലൈഫ് ഒരു സെറ്റപ്പ് ആണെന്നും അവന് ചോയ്സ് ഉണ്ടെന്നും. ഒന്നെങ്കിൽ ഈ ഫേക്ക് വേൾഡിനുള്ളിൽ സേഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അവൻ ഇതുവരെ കാണാത്ത റിയൽ വേൾഡിലേക്ക് കാലെടുത്ത് വെച്ച് റിയാലിറ്റി ഫേസ് ചെയ്യാം. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: നമ്മളിവിടെ ജീവിക്കുന്നത് ഫ്രീ ആയിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫുള്ളി മനസ്സിലാവാത്ത ഒരു സിസ്റ്റത്തിനുള്ളിൽ നമ്മൾ കംഫർട്ടബിൾ ആയി ജീവിക്കാണോ? ആൻഡ് ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൽ എന്തോ എവിടെയൊരു തകരാറ് പോലെ തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും?